എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Sky Wave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Shobika Weddings, Kozhikode, Kalyangad, Koilandi, Kuttiyadi, Nilambur. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. 66-ാം വയസ്സിലും എഴുത്തിന്റെ തിരക്കിലാണ് നിലമ്പൂർ ഇടിവണ്ണ സ്വദേശിയായ മാപ്പിളപ്പറമ്പിൽ മാത്യുവിന്റെ ഭാര്യ ആൻസി മാത്യു എന്ന വീട്ടമ്മ. 13 ദിവസങ്ങൾ കൊണ്ട് 280 പേജുകളിലായി കുടിയേറ്റ കർഷകരുടെ ജീവിതം പറയുന്ന ഇതാണ് അവരുടെ കഥ എന്ന നോവൽ ഇതിനകം വായനക്കാരുടെ മനസ്സ് കവർന്നു കഴിഞ്ഞു. 66-ാം വയസ്സിലും എഴുത്തിന്റെ തിരക്കിലാണ് നിലമ്പൂർ ഇടിവണ്ണ സ്വദേശിയായ മാപ്പിളപ്പറമ്പിൽ മാത്യുവിന്റെ ഭാര്യ ആൻസി മാത്യു എന്ന വീട്ടമ്മ. 13 ദിവസങ്ങൾ കൊണ്ട് 280 പേജുകളിലായി കുടിയേറ്റ കർഷകരുടെ ജീവിതം പറയുന്ന ഇതാണ് അവരുടെ കഥ എന്ന നോവൽ ഇതിനകം വായനക്കാരുടെ മനസ്സ് കവർന്നു കഴിഞ്ഞു. എറണാകുളം കേന്ദ്രമായുള്ള വായനപ്പുര പബ്ലിക്കേഷനാണ് 2023 നോവൽ പുറത്തിറക്കിയത്. 1940 മുതൽ 2023 വരെയുള്ള കർഷക കുടുംബങ്ങളുടെ ജീവിതമാണ് ഈ നോവലിലൂടെ നമുക്ക് മുന്നിലേക്ക് ആൻസി മാത്യു തന്റെ രചനയിലൂടെ എടുത്തു കാട്ടുന്നത്. 1940 മുതൽ 1980 വരെയുള്ള മലയോര കർഷകരുടെ ജീവിത സമരങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും എടുത്തു കാട്ടുന്നു. ജീവിക്കാൻ വേണ്ടി മലബാറിലേക്ക് കുടിയേറിയ കർഷക കുടുംബങ്ങൾ നേരിട്ട പ്രതിസന്ധികൾ ഇന്നത്തെ തലമുറയ്ക്ക് ഓർത്തെടുക്കാനും നോവലിലൂടെ സാധിക്കും. മലയോര കർഷകരുടെ ജീവിതം നോവലാക്കണമെന്നത് വലിയ ആഗ്രഹമായിരുന്നുവെന്ന് ആൻസി പറയുന്നു. പുളിമൂട്ടിൽ എന്ന് പറയുന്ന കട്ടപ്പനയുള്ള ഒരാളാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു നോവൽ എഴുതി തരുവാണെങ്കിൽ ഡിസംബർ ആകുമ്പോഴത്തേക്ക് തീർക്കാൻ പറഞ്ഞു. ഡിസംബർ ആകുമ്പോഴത്തേക്ക് തീർക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നവംബർ 15-നാണ് ആരംഭിച്ചത്. അപ്പോൾ പിന്നെ 13 ദിവസം കൊണ്ട് വേഗം തീർത്തു. മനസ്സിലിങ്ങനെ കഥകളിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിചാരം ഉണ്ടായിരുന്നു എഴുതണമെന്ന്, അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ബാബു പുളിമൂട്ടിലാണ് ഒരു പ്രചോദനമായിട്ട് പറഞ്ഞത് എന്നോട്. അപ്പം ബാബു പുളിമൂട്ടിലാണ് എഴുതി തന്നത്. എഴുതാനായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ 13 ദിവസം കൊണ്ട് എഴുതി തീർത്തത്. പിന്നെ അമ്മ പറഞ്ഞ കഥയൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട്, പണ്ട് മുതലേ ഇങ്ങനെ ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അമ്മ കഥ എഴുതൂലെന്നേ ഉള്ളൂ, പറയാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അന്നമ്മ അച്ഛൻ മാഷായിരുന്നു, സ്കൂൾ മാഷായിരുന്നു അതിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ തെക്കേ മലബാറിലേക്ക് വന്നത്. അച്ഛന് ഇവിടെ സ്കൂളിൽ ചോക്കാട് ഭാഗത്തായിരുന്നു ജോലി. അപ്പോൾ ഞങ്ങളങ്ങനെ ഈ ഭാഗത്ത് അച്ഛൻ ആദ്യം തോട്ടത്തിലായിരുന്നു ജോലി. പക്ഷേ ഇങ്ങനെ കുടിയേറ്റ ഇവരൊക്കെ എന്താ പറയുക, കുറേ മുതലാളിമാരൊക്കെ വന്നിട്ട് തോട്ടമൊക്കെ ഉണ്ടാക്കുന്ന അതിലായിരുന്നു അച്ഛന് ജോലി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ കിട്ടിയത്. സ്കൂളിലായിരുന്നു ആദ്യം. ഒരു പരിധി വരെ ഞങ്ങളുടെ ഒരു കുടുംബകഥയും കൂടി ഉൾപ്പെടുത്തിയിട്ട് എഴുതിയതാണത്. മാതാവ് അന്നമ്മ ചെറുപ്പകാലങ്ങളിൽ പറഞ്ഞു തന്ന കഥകളും അച്ഛന്റെയും അമ്മയുടെയും മാതാപിതാക്കൾ പറഞ്ഞു കേട്ടതുമായ കാര്യങ്ങൾ ഓർത്തെടുത്താണ് നോവൽ രചിച്ചത്. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ ബാബു പുളിമൂട്ടിലാണ് നോവൽ എഴുതാൻ പ്രേരണ നൽകിയത്. കുറുവിലങ്ങാട് ദേവമാതാ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജോബിൻ ജോസ് ചാമക്കാലയാണ് അവതാരിക എഴുതിയത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ജീവിതം എടുത്തുകാട്ടി ലോലിപോപ്പ് എന്ന നോവലിന്റെ രചന ആൻസി മാത്യു ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ അവതാരികയ്ക്കായി കാത്തിരിക്കുകയാണ്. 2020 കുറച്ച് ദൈവങ്ങളും കുറച്ചേറെ ദൈവങ്ങളും എന്ന ചെറുകഥാ സമാഹാരവും പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ പബ്ലിക്കേഷനായി ചെലവ് വലുതാണ്. ഭർത്താവും മക്കളും ഒപ്പം നിൽക്കുന്നതിനാലാണ് പുസ്തകങ്ങൾ പുറത്തിറക്കാൻ കഴിയുന്നതെന്ന് ഇവർ പറയുന്നു. ഇതിനകം 260ഓളം കവിതകൾ ഉൾപ്പെട്ട ഫേസ്ബുക്ക് കവിതകൾ പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 250-ലേറെ ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കവിത എഴുതി. തന്റെ പിതാവ് ജോസഫ് അധ്യാപകനായതോടെയാണ് ആൻസിയുടെ കുടുംബം മലബാറിലേക്ക് കുടിയേറ്റക്കാരായി എത്തിയത്. വീട്ടമ്മയായതോടെ എഴുത്തിൽ അല്പം പിന്നോട്ട് പോയ ആൻസി കഴിഞ്ഞ 10 വർഷമായി എഴുത്തിന്റെ ലോകത്താണ്. ഇടയ്ക്ക് കണ്ണിന് അല്പം ചികിത്സ വേണ്ടി വന്നെങ്കിലും എഴുത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല. തന്റെ ചുറ്റുവട്ടമുള്ള ജീവിതങ്ങൾ ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിലെ പ്രശ്നങ്ങളും പുറം ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആൻസി തന്റെ തൂലിക പ്രയോജനപ്പെടുത്തുന്നു. പുതിയ കാലഘട്ടത്തിൽ വീടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോകുന്ന രക്ഷിതാക്കൾ വയോജന കേന്ദ്രങ്ങളിലേക്ക് മാറുന്നതിൽ തെറ്റില്ലെന്നാണ് ആൻസി പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾക്ക് മാതാപിതാക്കൾ സുരക്ഷിതരാണെന്ന വിശ്വാസത്തോടെ കഴിയാം. മാതാപിതാക്കൾക്ക് പരസ്പരം ചർച്ച ചെയ്യാനും തങ്ങളുടെ സമയങ്ങൾ ആനന്ദകരമാക്കാനും കഴിയും.
പല വൃദ്ധരും ഒറ്റയ്ക്ക് വീട്ടിൽ കിടന്നാലും അവർക്കൊരു വൃദ്ധമന്ദിരത്തിലേക്ക് പോവുക എന്നുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വരുന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വൃദ്ധമന്ദിരങ്ങൾ ഒത്തിരി ആശ്വാസമായിരിക്കും, മക്കൾക്കും ആശ്വാസമാണ്. എന്നുവെച്ചാൽ ദൂരെയൊക്കെ ജോലിയുള്ള മക്കൾക്ക് അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് വീട്ടിൽ കിടക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഒരു മാനസികമായിട്ട് അവർക്കും ഒരു ആശ്വാസം ഉണ്ടാവും. ഒരു വൃദ്ധമന്ദിരത്തിലാകുമ്പോൾ നല്ല ചികിത്സയും ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അതിനെക്കുറിച്ചൊരു ബോധം വരുന്ന രീതിയിൽ കുറച്ച് കഥകൾ എഴുതണമെന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വൃദ്ധമന്ദിരങ്ങളെക്കുറിച്ച് ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ വൃദ്ധമന്ദിരങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു സമാധാനമാണത്. മാതാപിതാക്കൾ എപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന വയസ്സായി കഴിഞ്ഞാൽ നടക്കാൻ ബുദ്ധിമുട്ട്, ഷുഗർ, പ്രഷർ തുടങ്ങിയ രോഗങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ തന്നെ അവസ്ഥ, കണ്ണിനൊക്കെ കാഴ്ചയില്ലാതെ ഇപ്പം ഹസ്ബൻഡും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡിന് ആരോഗ്യമുള്ളത് കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നന്നായിട്ട് നടന്നു പോകുന്നു. അപ്പം അങ്ങനെയുള്ളവരെ അതിനെക്കുറിച്ചൊരു ബോധവൽക്കരിക്കാനുള്ള കുറച്ച് കഥകൾ എഴുതണമെന്നുണ്ട്. അങ്ങനെ ഒരു നോവലേറ്റായിട്ട് എഴുതണമെന്നുണ്ട്. അതിന് 2-3 നോവലേറ്റിനുള്ള കഥകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അവകാശങ്ങൾ എന്ന പേരിൽ 2 ഭാഗങ്ങളിലായി വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ എടുത്തു കാട്ടുന്ന നോവൽ പ്രസിദ്ധീകരിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. A+ വിഷൻ, ചാലിയാർ. ഓ മൈ ഗോഡ്, വാവേ ഒരു മിനിറ്റ്. Super Absorbent. Poppy's Diapers.